പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലിസ്റ്റൻ സ്റ്റീഫൻ സാന്ദ്ര തോമസ് പോര് രൂക്ഷം. ലിസ്റ്റിന്റെ പരിഹാസത്തിന് മറുപടിയുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തി. അസോസിയേഷന്റെ തലപ്പത്ത് ലിസ്റ്റൻ കയറിയിരിക്കുന്നത് ഒന്നും അറിയാതെ. ലിസ്റ്റൻ കോക്കസിന്റെ ഭാഗമാണെന്നും സാന്ദ്ര തോമസ്. ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ നോമിനേഷൻ തള്ളുകയാണ് ഉണ്ടായത്. അതിപ്പോൾ കോടതി തെളിയിക്കുമല്ലോ. 11-ാം തീയതി അതിൻ്റെ വിധി വരാനായിട്ടിരിക്കുകയാണ്. അപ്പം ലിസ്റ്റിൻ ചുമ്മാ അതും ഇതും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിന് ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ അസോസിയേഷൻ്റെ തലപ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത്. സാന്ദ്രയുടേത് ഷോ ആണെന്നായിരുന്നു ലിസ്റ്റിന്റെ പരിഹാസം. ആദ്യം പർദ്ദ ധരിച്ചെത്തി, രണ്ടാമത് വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നും ചോദ്യം. റിട്ടേണിംഗ് ഓഫീസർ അടുത്ത് പോയതാണ്. റിട്ടേണിംഗ് ഓഫീസർ അപ്പോൾ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ്. അതിൻ്റെ അകത്ത് 2 പേരാണ് പ്രൊഡ്യൂസേഴ്സ്, വിജയ് ബാബുവും സാന്ദ്ര തോമസും. അപ്പോൾ സാന്ദ്ര തോമസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത്, ബൈലോയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത്. അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടി തന്നെ വിളിച്ചതെന്ന് സാന്ദ്ര വ്യക്തമാക്കി. ആൻഡ്രോ ജോസഫിന് വേണ്ടിയാണ് മമ്മൂട്ടി വിളിച്ചത്. മമ്മൂട്ടിയുടെ ഇടപെടലിൽ തനിക്കൊരു പരാതിയില്ലെന്നും സാന്ദ്ര. ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിൻ്റെ വാസ്തവം. അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ SIT കേസെടുത്ത് 4 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട്. അതിൻ്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത്. മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ശ്രീ ആൻഡ്രോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും. പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു, ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. കൊച്ചിയിൽ നിന്ന് സൈഫുന്നിസ അലിയാർ ചേരുകയാണ്. സൈഫുന്നിസ, എന്നാണെങ്കിലും 2 പേരും തമ്മിലുള്ളത് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും അതിങ്ങനെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ഗതി ഏത് രീതിയിലാണ്? തീർച്ചയായും ഈ സിനിമാ നിർമ്മാതാക്കൾക്കിടെ സംഘടനയ്ക്കുള്ളിലെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇപ്പോൾ അംഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നോമിനേഷൻ നൽകിയിരിക്കുന്ന മത്സരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ 2 പേർ തമ്മിൽ പരസ്യമായ വാക്പോര് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണെന്ന് ആദ്യ പ്രതികരണം നടത്തിയത്. അതിൽ ലിസ്റ്റിൻ പറഞ്ഞത് സാന്ദ്ര തോമസ് പർദ്ദയിട്ട് വന്നത് ഷോ കാണിക്കാനാണ്, നാമനിർദ്ദേശ പത്രിക തള്ളുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാന്ദ്ര പത്രിക നൽകിയത് എന്നുമായിരുന്നു. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ പേര് ആവശ്യമില്ലാതെ വലിച്ചഴിച്ചു. എല്ലാവർക്കും സിനിമയിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ പേര്, ഈ സിനിമയുടെ പേര് പറഞ്ഞ് സിനിമയിൽ നിന്ന് പിന്മാറിയത് സ്വാധീനത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ് എന്ന് സാന്ദ്ര വരുത്തി തീർക്കുകയാണെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ സാന്ദ്രയുടെ പേരിലല്ല സിനിമയുടെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടത്, സാന്ദ്രയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ്. അങ്ങനെ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ആ കമ്പനിയുടെ പേരിലുണ്ടെങ്കിൽ മത്സരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. പക്ഷേ ഇതിന് മറുപടിയുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തി. തന്റെ സിനിമകൾക്ക് തന്റെ പേരിൽ കിട്ടിയ സെൻസസ് സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് സാന്ദ്ര മറുപടി നൽകുന്നത്. ഇത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നിലവിൽ സാന്ദ്ര കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. സാന്ദ്ര ഒപ്പം തന്നെ ബൈലോയും പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബൈലോ പ്രകാരം, ബൈലോ വായിക്കാതെയാണ് ലിസ്റ്റിൻ സംസാരിക്കുന്നത്. സംഘടനയുടെ കാര്യങ്ങളൊന്നും ലിസ്റ്റിൻ അറിയില്ല. ഈ ബൈലോയിൽ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു മെമ്പർക്ക്, ആജീവനാന്തകാല മെമ്പർക്ക് 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ അവരുടെ പേരിൽ ഉണ്ട് എങ്കിൽ
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ തന്റെ പേരിൽ 3 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഒരു കമ്പനിയുടെ പേരിൽ വേണമെന്ന് ബൈലോയിൽ പറയുന്നില്ല എന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ പേര് താൻ വലിച്ചിഴച്ചതല്ല. നേരത്തെ നൽകിയ SITക്ക് മുമ്പാകെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹികൾക്കെതിരെ നൽകിയ കേസുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടാണ് മമ്മൂട്ടി തന്നെ വിളിച്ചത്. പക്ഷെ തനിക്ക് അതിൽ ആ ഇടപെടലിൽ പരാതിയില്ല എന്നും സാന്ദ്ര വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സാന്ദ്രയും ലിസ്റ്റിനും തമ്മിലുള്ള വാക്പോര് തുടരുക തന്നെയാണ്. ശരി.